മനസ്സ് നിയന്ത്രണ വിധേയമാക്കുക എന്നത് ഈ ലോകത്ത് ഏറ്റവും പ്രയാസമേറിയ ജോലിയാണ്. നിയന്ത്രണ വിധേയമായ മനസ്സുള്ളവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. കാരണം അവർ ഏതു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അതിൽ പൂർണ്ണമായ നിയന്ത്രണവും അവർക്ക് ഉണ്ടാവും. കഴിഞ്ഞ പരിശീലനം ദിവസവും ആവർത്തിക്കുക. ഇനി മറ്റൊരു പരിശീലനം വിശദീകരിക്കാം. ഇത് ചിന്തകളെ നിയന്ത്രിക്കുന്നതിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അഭ്യാസമാണ്. ദിവസവും 80,000-ലധികം ചിന്തകൾ മനസ്സിലൂടെ വന്നും പോയിക്കൊണ്ടുമിരിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. എന്നാൽ 80,000-ൽ മനോനിയന്ത്രണമില്ലാത്തവരിൽ ഭൂരിഭാഗവും വേസ്റ്റ് ചിന്തകളായിരിക്കും. ഈ 80,000-ൽ വരുന്ന ചിന്തകൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കേന്ദ്രീകരിക്കാൻ സാധിച്ചാൽ ഉന്നത വിജയമായിരിക്കും ഫലം. എന്നാൽ ചുരുക്കം ചിലർക്കേ ഇത് സംഭവിക്കൂ. ഇനി ചിന്തകൾ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം എന്ന് നോക്കാം. ഈ പരിശീലനത്തിന് ഒരു പേനയും നോട്ട് ബുക്കും ആവശ്യമാണ്. സ്വസ്ഥമായി ഒരു കസേരയിൽ ഇരിക്കുക. നോട്ട് ബുക്കിൽ 1 മുതൽ 30 വരെ എഴുതുക. ഇനി മനസ്സിൽ വരുന്ന ചിന്തകളെ നിരീക്ഷിക്കുക. ഓരോ ചിന്തയും മനസ്സിൽ വരുമ്പോൾ ആ ചിന്ത എന്തിനെക്കുറിച്ചാണെന്ന് നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. ദിവസവും ഇങ്ങനെ ആവർത്തിക്കുമ്പോൾ സ്വന്തം മനസ്സിൽ വരുന്ന ചിന്തകളെപ്പറ്റി സ്വയം ബോധം വരും. വേസ്റ്റ് ചിന്തകൾ താനെ ഇല്ലാതാവും. 30 വരെ നമ്പർ അനുസരിച്ച് ചിന്തകൾ എഴുതിയ ശേഷം വേറെ ഒരു പരിശീലനം കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ അത്യാവശ്യമായി വേണ്ട കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുക. ജോലി, പഠനം, ആരോഗ്യം മെച്ചപ്പെടുത്തൽ, ജീവിത ലക്ഷ്യം നേടൽ തുടങ്ങി എന്തുമാവാം. ചുരുങ്ങിയത് 5 എണ്ണം എഴുതി വയ്ക്കുക. അവ എങ്ങനെ നേടാം എന്ന് 15 മിനിറ്റ് ചിന്തിക്കുക. ചിന്തയിൽ വരുന്ന കാര്യങ്ങൾ നോട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക. വളരെ പെട്ടെന്ന് തന്നെ അത് നേടിയെടുക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യുകയും സമയം കണ്ടെത്തുകയും അതിൽ മുഴുകുകയും ചെയ്യുക. ഈ പരിശീലനം ജീവിതത്തിൽ ഒരു ശീലമാക്കിയെടുക്കുക. അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയും. നന്ദി.